യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. സങ്കീർത്തന പുസ്തകത്തിൽ 65-ാം അധ്യായത്തിൽ 7-ാം തിരുലിഖിതം, ജനതകളുടെ കലഹവും സമുദ്രങ്ങളുടെ മുഴക്കവും തിരമാലകളുടെ അലർച്ചയും അവിടുന്ന് ശമിപ്പിക്കുന്നു. ഹല്ലേലൂയ. ഉണർവിൻ കൊടുങ്കാറ്റ് എന്ന പരമ്പരയിലെ എപ്പിസോഡിലേക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളെ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ നിമിഷങ്ങളിൽ വലിയ ആഗ്രഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാവരും ഇപ്പോൾ എളിമപ്പെടുക, 2 കരങ്ങളും തുറന്നു പിടിക്കുക, ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നു. ആത്മാവേ, പാവനാത്മാവേ, അവിടുന്നു ഞങ്ങളിൽ നിറയണമേ. ദാഹത്തോടെ ആത്മാവേ, പാവനാത്മാവേ, അവിടുന്നു ഞങ്ങളിൽ നിറയണമേ. അവിടുന്നു ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ക്ഷീണിതരും ദുഃഖിതരും രോഗികളും ദുർബലരുമായ ഈ എളിയ മക്കളോട് കരുണയായിരിക്കണമേ. വചനം കേൾക്കാനും അത് സ്വീകരിക്കാനും ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മനസ്സിനെ സ്വർഗത്തിന് വേണ്ടിയുള്ള ആഗ്രഹം കൊണ്ട് നിറയ്ക്കണമേ. ദൈവരാജ്യ വചനങ്ങൾ ഗ്രഹിക്കാനുള്ള അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവേ, 2 കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ക്ഷീണങ്ങൾ മാറട്ടെ. പരിശുദ്ധാത്മാവേ, മടുപ്പ് മാറട്ടെ. പരിശുദ്ധാത്മാവേ, അഭിഷേകം നിറയട്ടെ. വലിയ ദാഹത്തോടെ കരങ്ങൾ ഉയർത്തി ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുന്നു. ആത്മാവേ, പാവനാത്മാവേ, അവിടുന്നു ഞങ്ങളിൽ നിറയണമേ. നിറയണമേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, പാവനാത്മാവേ, അവിടുന്നു ഞങ്ങളിൽ നിറയണമേ. അവിടുന്നു ഞങ്ങളിൽ നിറയണമേ. വിശുദ്ധ വേദപുസ്തകത്തിൽ അപ്പോസ്തല പ്രവർത്തനം 10-ാം അധ്യായം 41-42 തിരുലിഖിതങ്ങൾ വചനം പഠിപ്പിക്കുന്നു. പത്രോസ് അപ്പോസ്തലൻ ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് നിറഞ്ഞു. ഹല്ലേലൂയ. ഈ വചന ശുശ്രൂഷ ഒരു പ്രത്യേക ശുശ്രൂഷയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, സഭയുടെ അപ്പസ്തോലിക സ്വരം കേൾക്കാൻ കർത്താവ് നമുക്ക് തരുന്ന ഒരു അസുലഭ അവസരമാണിത്. ഒരു ബിഷപ്പ് നമ്മളോട് സംസാരിക്കുമ്പോൾ, ശ്ലീഹന്മാർ സഭയോട് സംസാരിച്ചപ്പോൾ എങ്ങനെയാണോ ആത്മാവ് ഇടപെട്ടത്, അതുപോലെ ഈ കാലഘട്ടത്തിൽ ആത്മാവ് ഇടപെടുകയാണ്. ഇപ്പോൾ നമ്മളോട് ദൈവവചനം പങ്കുവെക്കുന്നത് പാലക്കാട് രൂപത അധ്യക്ഷൻ അഭിവന്യ മാർ ജേക്കബ് മനത്തോടത്ത് പിതാവാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ ജീവിതത്തിൽ എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുള്ള ഒരു പിതാവാണ് പാലക്കാട് രൂപതാധ്യക്ഷനായിരിക്കുന്ന അഭിവന്യ മാർ ജേക്കബ് മനത്തോടത്ത് പിതാവ്. അട്ടപ്പാടിയിലുള്ള സെഹിയോൻ ധ്യാന കേന്ദ്രത്തിൻ്റെ തുടക്കം മുതൽ ഇന്ന് വരെ ഓരോ ശുശ്രൂഷകളിലും ഓരോ കാര്യങ്ങളിലും ഈ അഭിവന്യ പിതാവിൻ്റെ പ്രത്യേക ശ്രദ്ധയുണ്ട്. ഒരുപാട് പ്രോത്സാഹനങ്ങൾ, നേതൃത്വം, സ്നേഹപരിലാളന ഇത് അട്ടപ്പാടി സെഹിയോൻ ധ്യാന കേന്ദ്രത്തിലെ ശുശ്രൂഷകൾക്കും എനിക്ക് വ്യക്തിപരമായും എൻ്റെ കൂടെയുള്ള അച്ഛന്മാർക്ക് എല്ലാവർക്കും പിതാവ് നൽകിയിട്ടുണ്ട്. പിതാവിൻ്റെ ഒരു പ്രത്യേക പ്രോത്സാഹനത്തിലും നേതൃത്വത്തിലും പരിശുദ്ധാത്മാവ് സെഹിയോൻ ധ്യാനകേന്ദ്രത്തിൽ ഓരോ ശുശ്രൂഷകരെയും പ്രത്യേകം ക്രമീകരിച്ച് ചിട്ടപ്പെടുത്തി അഭിഷേകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ.
അഭിമന്യ പിതാവിനോടുള്ളൊരു പ്രത്യേക ദൈവത്തിൻ്റെ ഇഷ്ടം കൂടിയാണ് അട്ടപ്പാടി സജീവൻ ധ്യാന കേന്ദ്രത്തെ ദൈവം ഇതുപോലെ അനുഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അഭിമന്യ പിതാവിലൂടെ ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നത് മധ്യസ്ഥ പ്രാർത്ഥന എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഈ അവസരത്തിൽ അഭിമന്യ പിതാവിൻ്റെ വചന ശുശ്രൂഷ നിങ്ങൾക്ക് എല്ലാവർക്കും വലിയൊരു പരിശുദ്ധാത്മാ അഭിഷേകത്തിൻ്റെ ശുശ്രൂഷയാകട്ടെ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സ്നേഹമുള്ള കുട്ടികളെ, വചനത്തിനു വേണ്ടിയുള്ള നിങ്ങളുടെ ദാഹം, വചനം ശ്രവിച്ച് വിശുദ്ധീകരിക്കപ്പെടാനുള്ള നിങ്ങളുടെ ആഗ്രഹം, വചനത്താൽ വിശുദ്ധീകരിക്കപ്പെടുന്നതിന് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കുവാനുള്ള നിങ്ങളുടെ വലിയ സന്നദ്ധത, അതാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. വളരെയേറെ പേർക്ക് കർത്താവ് സൗഖ്യം നൽകി, വളരെയേറെ പേർക്ക് കർത്താവ് സമാധാനം നൽകി, വളരെയേറെ പേരുടെ ഹൃദയങ്ങളെ കർത്താവ് സ്പർശിച്ചു, വളരെയേറെ കുടുംബങ്ങൾക്ക് കർത്താവ് രക്ഷ പ്രദാനം ചെയ്തു. നമുക്ക് കർത്താവിനെ സ്തുതിക്കാം, കർത്താവിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവിന് സ്തുതിയും പുകഴ്ചയും കീർത്തനങ്ങളും കർത്താവിന് നമുക്കിപ്പോൾ ഈ സമയത്ത് അർപ്പിക്കാം. അതോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഈ ദിവസം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് ഞാൻ കാണുന്നത് നിങ്ങൾക്ക് വേണ്ടി നടത്തപ്പെട്ട മധ്യസ്ഥ പ്രാർത്ഥനയാണ്. വളരെയേറെ പേര് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ അധരങ്ങൾ തുറക്കുമ്പോൾ എനിക്ക് വചനം ലഭിക്കുവാനും സുവിശേഷത്തിൻ്റെ രഹസ്യം ധൈര്യപൂർവ്വം പ്രഘോഷിക്കുവാനും എനിക്ക് സാധിക്കുന്നതിന് വേണ്ടി നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിശുദ്ധ പൗലോസ് ശ്ലീഹാ എഫേസൂസുകാർക്കുള്ള ലേഖനം 6-ാം അധ്യായം 19-ാമത്തെ തിരുവചനത്തിൽ എഫേസൂസിലെ ക്രൈസ്തവരെ ആഹ്വാനം ചെയ്യുന്നുണ്ട്. വചനം ലഭിക്കുവാനും സുവിശേഷത്തിൻ്റെ രഹസ്യം ധൈര്യപൂർവ്വം പ്രഘോഷിക്കുവാനും വേണ്ട അനുഗ്രഹം ലഭിക്കുന്നതിന് വേണ്ടി വളരെയേറെ പേരെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം പരിമള ധൂപം പോലെ കർത്താവിൻ്റെ പക്കലേക്ക് ഉയർന്നു. പ്രിയപ്പെട്ടവരെ, വളരെയേറെ പേരുടെ മാധ്യസ്ഥ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഈ ദിവസങ്ങളിൽ സമർത്ഥമായി ലഭിച്ചത് എന്ന് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന നടത്തണം. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്, മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ട്. മധ്യസ്ഥ പ്രാർത്ഥന വളരെയേറെ ഫലദായകമാണ്. മധ്യസ്ഥ പ്രാർത്ഥന വഴി ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമുക്ക് സമർത്ഥമായിട്ട് ലഭിക്കും. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 5-ാം അധ്യായം 17-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: നീതിമാന്റെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്, അത് വളരെ ഫലദായകവുമാണ് എന്ന്. നമ്മളും പ്രാർത്ഥിച്ചാൽ നമ്മുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കും. മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള നമ്മുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കും. യാക്കോബ് ശ്ലീഹ തുറന്ന് പറയുകയാണ്, ഏലിയ നമ്മെപ്പോലുള്ളൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹം പ്രാർത്ഥിച്ചു. 3 വർഷവും 6 മാസവും മഴ പെയ്തില്ല. അദ്ദേഹം വീണ്ടും പ്രാർത്ഥിച്ചു. മഴ ധാരാളമായിട്ട് പെയ്തു. നമ്മൾ പ്രാർത്ഥിച്ചാൽ, വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ചാൽ, പ്രായശ്ചിത്തം അനുഷ്ഠിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മുടെ പ്രാർത്ഥന ഒരിക്കലും കേൾക്കാതെ പോവുകയില്ല. നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ കുട്ടികൾ വഴിതെറ്റിപ്പോകുന്നു, യുവജനങ്ങൾ പള്ളിയിൽ നിന്ന് അകന്നു പോകുന്നു, കുടുംബങ്ങളിൽ സമാധാനമില്ല, വളരെയേറെ പേര് നിരാശയിൽ കഴിയുന്നു. ഇന്നത്തെ കേരളത്തിൻ്റെ സ്ഥിതിയാണെങ്കിൽ കേരളം രോഗക്കിടക്കയിൽ ആയിരിക്കുകയാണ്. പലതരത്തിലുള്ള പനി, എലിപ്പനിയും അതുപോലുള്ള പനികളും എല്ലാം പിടിച്ച് വളരെയേറെ വ്യക്തികൾ അനുദിനം മരിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യം. ഇവർക്കെല്ലാവർക്കും വേണ്ടി നമുക്ക് മാധ്യസ്ഥ പ്രാർത്ഥന നടത്താൻ സാധിക്കുകയില്ലേ? നമ്മൾ പ്രാർത്ഥിച്ചാൽ അതുകൊണ്ട് ഫലമുണ്ടാകും.
നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കും. നമ്മുടെ കുടുംബങ്ങളിൽ സമാധാനമില്ലെങ്കിൽ, എൻ്റെ കുടുംബത്തിൽ സമാധാനമില്ല, സന്തോഷമില്ല, ഒന്നും എനിക്ക് സാധിക്കുന്നില്ല, എല്ലാവരും നിരാശയിലാണ്. ഞാൻ ഇന്നലെ ഒരു ഭവനത്തെ പറ്റി കേട്ടു. ആ ഭവനത്തിന്റെ കുടുംബനാഥൻ തന്നെ അദ്ദേഹത്തിന്റെ കുടുംബത്തെ വിശേഷിപ്പിച്ചത് എൻ്റെ കുടുംബം നരകമാണ്, എൻ്റെ കുടുംബം ഒരു സിമിത്തേരിയാണ് എന്നാണ്. കാരണം ആരും ആരോടൊന്നും മിണ്ടുന്നില്ല. ഓരോരുത്തരും അവരവരുടെ സ്ഥാനങ്ങളിൽ പോയിരിക്കുന്നു. ഭക്ഷണം ഓരോരുത്തരും എടുത്തുകൊണ്ടുപോയി കഴിക്കുന്നു. ആരും ആരോടും മിണ്ടുന്നില്ല. അതുകൊണ്ട് ആ കുടുംബനാഥൻ വളരെ വേദനയോടുകൂടി, അദ്ദേഹത്തിനും അതിട്ട് പങ്കുണ്ട്, അദ്ദേഹം തന്റെ കുടുംബത്തെ വിശേഷിപ്പിച്ചത് എൻ്റെ കുടുംബം ഒരു സിമിത്തേരിയാണ് എന്നാണ്. ആദ്യമൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നത് എൻ്റെ കുടുംബം നരകമാണ് എന്നാണ്. നല്ല കത്തോലിക്ക കുടുംബം, നമ്മുടെ പാലക്കാട് രൂപതയിലെ ഒരു ഇടവകയിലെ ഒരു കുടുംബത്തിന്റെ സ്ഥിതിയാണിത്. ഇതുപോലുള്ള കുടുംബങ്ങളുണ്ട്, സമാധാനമില്ലാത്ത കുടുംബങ്ങളുണ്ട്, തകർന്ന കുടുംബങ്ങളുണ്ട്, തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്ന കുടുംബങ്ങളുണ്ട്. ഈ കുടുംബങ്ങളുടെയൊക്കെ സ്ഥിതിയിൽ നമ്മളൊക്കെ വേദനിക്കേണ്ടവരല്ലേ? വേദനിച്ച് പ്രാർത്ഥിക്കേണ്ടവരല്ലേ? ആ കുടുംബങ്ങൾക്ക് വേണ്ടി നമ്മൾ മാധ്യസ്ഥം വഹിച്ചാൽ നമ്മുടെ പ്രാർത്ഥന നിഷ്ഫലമായി പോവുകയില്ല. നമ്മുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കും. ഞാൻ എന്നെ സ്വാധീനിച്ച, വളരെയേറെ സ്പർശിച്ച ഒരു സംഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് പരിചയമുള്ള ഒരു മലയാളി കുടുംബം സ്വിറ്റ്സർലൻഡിലുണ്ട്. ആ കുടുംബത്തിൻ്റെ സ്ഥിതി ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലുള്ളതായിരുന്നു. ഒട്ടും സമാധാനമില്ലാത്ത ഒരു സാഹചര്യം. അതിൻ്റെ കാരണം മറ്റൊന്നുമായിരുന്നില്ല, കുടുംബനാഥൻ്റെ മദ്യപാനം. ദീർഘനാളായിട്ട് അദ്ദേഹം ഒരു മദ്യപാനിയാണ്. കിട്ടുന്നതെല്ലാം കുടിച്ചു കളയും. ആവശ്യത്തിന് കാശ് രണ്ടുപേർക്കും ലഭിക്കുന്നുണ്ട്. ഭാര്യയ്ക്കും ലഭിക്കും, ഭർത്താവിനും ലഭിക്കും. 2 കുട്ടികൾ പഠിക്കുകയാണ്, കൊച്ചുകുട്ടികളാണ്. കുടുംബനാഥൻ എല്ലാ ദിവസവും മദ്യപിച്ച് വരുന്നത് കൊണ്ട് കുടുംബത്തിൽ യാതൊരു സമാധാനവുമില്ല. പാവം ഭാര്യ ഭർത്താവിന് വേണ്ടി നിരന്തരമായിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. യാതൊരു ഫലവും ഉണ്ടായില്ല. ഒരു ദിവസം അവർ 2 പേരും കൂടി മക്കൾ ഉൾപ്പെടെ ധ്യാനിക്കാനായിട്ട് പോയി. ധ്യാനത്തിലൂടെയെങ്കിലും തൻ്റെ ഭർത്താവിന് ഒരു പരിവർത്തനം വരും, ഒരു മാനസാന്തരം വരുമെന്നുള്ള പ്രതീക്ഷയിൽ ഭാര്യ അവിടെ വെച്ച് ഭർത്താവിന് വേണ്ടി വളരെയേറെ പ്രാർത്ഥിച്ചു. ധ്യാനമെല്ലാം കഴിഞ്ഞു. ഭർത്താവിൻ്റെ സ്ഥിതിയിൽ കാര്യമായ വ്യത്യാസമൊന്നും ഉണ്ടായില്ല. ഏതാനും ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ ഭർത്താവിൽ ഒരു വ്യത്യാസവും കാണാതെ വന്നപ്പോൾ ആ ഭാര്യ ധ്യാനിപ്പിച്ച അച്ഛനെ ഫോണിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, അച്ഛോ യാതൊരു വ്യത്യാസവുമില്ല, ഞാനൊക്കെ വളരെയേറെ പ്രാർത്ഥിച്ചു, എന്നിട്ട് യാതൊരു ഫലവും ഉണ്ടായില്ല. അച്ഛൻ പറഞ്ഞു, നീ നിരാശപ്പെടേണ്ട, കർത്താവിന് അസാധ്യമായിട്ട് യാതൊന്നുമില്ല. നീ തുടർന്ന് നിന്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കണം. വെറുതെ പ്രാർത്ഥിച്ചത് കൊണ്ട് മാത്രമായില്ല, ത്യാഗമനുഷ്ഠിച്ച് നീ പ്രാർത്ഥിക്കണം. കണ്ണുനീര് ചിന്തി നീ പ്രാർത്ഥിക്കണം. ജപമാലെന്ന് ചൊല്ലി നീ പ്രാർത്ഥിക്കണം. മുട്ടിന്മേൽ നിന്നുകൊണ്ട് നീ പ്രാർത്ഥിക്കണം. ഓരോ ദിവസവും നീ പ്രാർത്ഥിക്കണം. നിന്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കാതിരിക്കുകയില്ല. ആ സ്ത്രീ, ഭർത്താവിൻ്റെ മാനസാന്തരം ആഗ്രഹിച്ച ആ സ്ത്രീ അന്ന് മുതൽ മുട്ടിന്മേൽ നിന്ന് ജപമാല ചൊല്ലി പ്രായശ്ചിത്ത പ്രവൃത്തികൾ അനുഷ്ഠിച്ചും തൻ്റെ ഭർത്താവിൻ്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ആഴ്ചകൾ 1, 2, 3 കടന്നുപോയി. വ്യത്യാസമൊന്നും ഉണ്ടായില്ല. ഒരു ദിവസം, ഒരു ഞായറാഴ്ച, അവർ 2 പേരും കൂടി വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ പോയി. കുട്ടികളും കൂടെ ഉണ്ടായിരുന്നു. ഭർത്താവ് പുരുഷന്മാരിരിക്കുന്ന സ്ഥലത്ത് പോയിരുന്ന് വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ചു. ഭാര്യയും കുട്ടികളും സ്ത്രീകളിരിക്കുന്ന സ്ഥലത്ത് പോയി വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ചു. അന്നവിടെ വായിക്കപ്പെട്ട സുവിശേഷ ഭാഗം യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായമായിരുന്നു. കർത്താവ് ബെത്സൈദായിലെ ആ തളർവാദ രോഗിക്ക് രോഗശാന്തി നൽകിയ ആ സുവിശേഷ ഭാഗമാണ് അവിടെ വായിക്കപ്പെട്ടത്. എല്ലാ ഞായറാഴ്ചകളിലും വിശുദ്ധ കുർബാനയിൽ അവർ സംബന്ധിക്കാറുണ്ടായിരുന്നു. ഓരോ ഞായറാഴ്ചയും ഏതെങ്കിലും ഒരു സുവിശേഷ ഭാഗം വായിക്കപ്പെടുകയും അവർക്കറിയാമായിരുന്നു അന്ന് വായിക്കപ്പെട്ടത് ഈ ഒരു സുവിശേഷ ഭാഗമായിരുന്നു. കർത്താവ് തളർവാദ രോഗിയോട് ചോദിച്ചു, സൗഖ്യം പ്രാപിക്കുവാൻ നിനക്കാഗ്രഹമുണ്ടോ എന്ന്. സൗഖ്യം പ്രാപിക്കുവാൻ നിനക്കാഗ്രഹമുണ്ടോ എന്ന്. അയാൾ പറഞ്ഞു, ആഗ്രഹമുണ്ട്. കർത്താവ് പറഞ്ഞു, നിന്റെ കിടക്കയും എടുത്തുകൊണ്ട് നീ വീട്ടിലേക്ക് പോവുക.
കുറെ കൂടി വായിച്ചു കഴിഞ്ഞപ്പോൾ 14-ാമത്തെ തിരുവചനം വൈദികൻ വായിച്ചു. ഇതാ നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു, കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കുവാൻ മേലിൽ നീ പാപം ചെയ്യരുത്. ഈ തിരുവചനങ്ങള് അദ്ദേഹത്തിന്റെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങി ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ളതായ ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലേക്കും തുളച്ചു കയറുന്ന ഹൃദയത്തിന്റെ നിയോഗങ്ങളെയും വിചാരങ്ങളെയും വിവേചിക്കുവാൻ കഴിയുന്ന കർത്താവിന്റെ വചനം അദ്ദേഹത്തിന്റെ ഹൃദയത്തിലേക്ക് തുളച്ചു കയറി. ഒരു വലിയ പരിവർത്തനം അവിടെ സംഭവിച്ചു. കുർബാന കഴിഞ്ഞിട്ട് അദ്ദേഹം തന്റെ ഭാര്യയോട് പറഞ്ഞു, മേലിൽ ഞാൻ കുടിക്കുകയില്ല എന്ന്. 6 വർഷമായിട്ട് അദ്ദേഹം മദ്യം തൊട്ടിട്ടില്ല. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 16-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവ് വചനം കൊണ്ട് അശുദ്ധാത്മാക്കളെ പുറത്താക്കുകയും രോഗികളെ സുഖപ്പെടുത്തുകയും ചെയ്തുവെന്ന്. അവിടെ സംഭവിച്ചതും അത് തന്നെയായിരുന്നു. കർത്താവ് ഇന്നും പ്രവർത്തിക്കുകയാണ്. കർത്താവിന്റെ പക്കൽ കണ്ണുനീര് ചിന്തി പ്രായശ്ചിത്തം അനുഷ്ഠിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥന കർത്താവ് സ്വീകരിക്കാതിരിക്കുകയില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് കർത്താവ് സ്വീകരിച്ചെന്ന് വരികയില്ല, പക്ഷെ കർത്താവ് സ്വീകരിക്കും. കാരണം കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മുടെ നന്മയാണ്. ആ സ്ത്രീ എന്നെ ഫോണിൽ വിളിച്ചപ്പോൾ പറഞ്ഞു, ഇതുവരെ ഞങ്ങളുടെ കുടുംബം നരകമായിരുന്നു, ഇന്നിതാ സ്വർഗമായിട്ട് മാറിയെന്ന്. കർത്താവിന്റെ സമാധാനം ഞങ്ങളുടെ കുടുംബങ്ങളിലുണ്ട്. കർത്താവിന്റെ രക്ഷ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് കൈവന്നിരിക്കുന്നു. കർത്താവിന്റെ സന്തോഷം ഞങ്ങൾ ഇന്ന് അനുഭവിക്കുകയാണ് എന്ന് സ്ത്രീ പറയുകയുണ്ടായി. പ്രിയപ്പെട്ടവർ, ഇതാണ് മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തി. നമ്മുടെ പ്രാർത്ഥന ഒരിക്കലും കേൾക്കാതെ പോവുകയില്ല. നമ്മളിത് മനസ്സിലാക്കണം. നമ്മുടെ സ്ഥിതിയെപ്പറ്റി ഖേദിച്ചുകൊണ്ട് നമ്മൾ മറ്റുള്ളവരോട് പരാതി പറഞ്ഞത് കൊണ്ട് മാത്രമായില്ല. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടുപിടിച്ചു തരുവാൻ, നമ്മുടെ എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കുവാൻ കഴിയുന്നവനായ, നമ്മുടെ എല്ലാ ദുഃഖങ്ങൾക്കും സമാധാനം നൽകുവാൻ, നമ്മെ എല്ലാ തരത്തിലും ആശ്വസിപ്പിക്കുവാൻ കഴിയുന്നവനായ കർത്താവിൻ്റെ പക്കലേക്ക് നമുക്ക് കടന്നു ചെല്ലാനായിട്ട് സാധിക്കണം. കർത്താവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം. മധ്യസ്ഥ പ്രാർത്ഥന നമ്മൾ നടത്തണം. പ്രായശ്ചിത്തം അനുഷ്ഠിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചാൽ നമ്മുടെ പ്രാർത്ഥന കേൾക്കാതെ പോവുകയില്ല. കുർബാന മധ്യേ വായിക്കപ്പെട്ട സുവിശേഷ സംഭവം നിങ്ങളിൽ ചിലരുടെയെങ്കിലും ഓർമ്മയിലുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഒരു കുടുംബനാഥൻ, ഒരു പിതാവ് അപസ്മാരം പിടിപെട്ട തൻ്റെ മകനെയും കൂട്ടിക്കൊണ്ട് കർത്താവിൻ്റെ പക്കലേക്ക് കടന്നു ചെല്ലാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യം അയാൾ കർത്താവിൻ്റെ ശിഷ്യന്മാരെ സമീപിച്ചു. പക്ഷെ അവർക്ക് ആ മകനെ സുഖപ്പെടുത്താനായിട്ട് സാധിച്ചില്ല. വളരെ വലിയൊരു ജനക്കൂട്ടം കർത്താവിൻ്റെ ചുറ്റും കൂടിയിരുന്ന അവസരമായിരുന്നു. അദ്ദേഹം അതൊന്നും ഗവനിച്ചില്ല. അപസ്മാര രോഗിയായ മകനെയും കൂട്ടിക്കൊണ്ട് അപ്പസ്തോലന്മാർക്ക് സാധിച്ചില്ലെങ്കിലും കർത്താവിന് സാധിക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടി അദ്ദേഹം ആ മകനെയും കൂട്ടിക്കൊണ്ട് കർത്താവിൻ്റെ പക്കലേക്ക് കടന്നു ചെന്നു. കർത്താവിന് മുൻപ് പ്രണമിച്ചിട്ട് അദ്ദേഹം കർത്താവിനോട് പറയുന്നത് സുവിശേഷം നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവേ, എൻ്റെ മകനിൽ കനിയണമേ. കർത്താവേ, എൻ്റെ മകനിൽ കനിയണമേ. അവൻ അപസ്മാരം പിടിപെട്ട് വല്ലാതെ കഷ്ടപ്പെടുകയാണ്. പലപ്പോഴും തീയിലും വെള്ളത്തിലും അവൻ വീണു പോകുന്നു. വളരെ ഹ്രസ്വമായൊരു മധ്യസ്ഥ പ്രാർത്ഥന, ഒരു പിതാവിൻ്റെ പ്രാർത്ഥന, മകന്റെ ദുസ്ഥിതിയിൽ വേദനിക്കുന്ന ഒരു പിതാവിൻ്റെ പ്രാർത്ഥനയായിരുന്നു അത്. എല്ലാ വേദനകളും മാറ്റിത്തരുവാൻ കഴിവുള്ളവനായ കർത്താവിൻ്റെ പക്കലേക്ക് കടന്നു ചെന്നിട്ട് ആ പിതാവ് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, എൻ്റെ മകനിൽ കനിയണമേ. അവൻ അപസ്മാരം പിടിപെട്ട് വല്ലാതെ കഷ്ടപ്പെടുകയാണ്. പലപ്പോഴും തീയിലും വെള്ളത്തിലും അവൻ വീഴുന്നു. കർത്താവിന് മനസ്സിലായി, ഒരു പിശാച് ആ മകനെ ബാധിച്ചത് കൊണ്ടാണ് അവൻ അപ്രകാരം രോഗിയായി കഴിയാനിടയായത് എന്ന്. അതുകൊണ്ട് കർത്താവ് ആ പിശാചിനെ ശാസിച്ചു. ഉടനെ പിശാച് വിട്ടുമാറി. തൽക്ഷണം ആ മകൻ സുഖം പ്രാപിച്ചു. ആ പിതാവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥന മക്കളുടെ ദുസ്ഥിതിയിലെ വേദനിക്കുന്ന
പിതാക്കന്മാരുടെ പ്രതിനിധിയാണ് ആ പിതാവ്. ഇതുപോലെ വേദനിക്കുന്ന എത്രയേറെ പിതാക്കന്മാരുണ്ട്. മക്കൾ വഴിതെറ്റിപ്പോയതിൻ്റെ പേരിൽ, തെറ്റായ സൗഹൃദങ്ങൾ ഉൾപ്പെട്ടു പോയതിൻ്റെ പേരിൽ, പൈശാചികമായ ബന്ധങ്ങളിൽ ഉൾപ്പെട്ടു പോയതിൻ്റെ പേരിൽ, തിന്മയുടെ സ്വാധീനത്തിൽ അകപ്പെട്ടു പോയതിൻ്റെ പേരിൽ, മാധ്യമങ്ങളുടെ ദുരുപയോഗം വഴിയായിട്ട് തിന്മയുടെ വഴിയിലൂടെ നടക്കാനിടയായതിൻ്റെ പേരിൽ വേദനിക്കുന്ന എത്രയേറെ മാതാപിതാക്കളുണ്ട്. അവിടെയെല്ലാം പ്രതിനിധിയാണ് ആ പിതാവ്. ഈ മക്കള് തീയിലും വെള്ളത്തിലും വീണു പോവുകയാണ്. തീയും വെള്ളവും പ്രതീകങ്ങളാണ്, തിന്മയുടെ പ്രതീകങ്ങളാണ്. മക്കള് തീയിലും വെള്ളത്തിലും വീണു പോകുന്നു. ഇന്നത്തെ തിന്മയുടെ ശക്തി വളരെയേറെ വ്യാപിച്ചിരിക്കുന്നത് കൊണ്ട് അവർക്ക് പിടിച്ചു നിൽക്കുവാൻ സാധിക്കുന്നില്ല. എവിടെ നിന്നും ഉണ്ടാകുന്നത് പ്രലോഭനങ്ങൾ മാത്രമാണ്, തിന്മയുടെ പ്രലോഭനങ്ങൾ. ആ പ്രലോഭനങ്ങൾ അവർ വീണു പോവുകയാണ്. ഇത് കണ്ട് നിസ്സഹായരായി വേദനിക്കുന്ന വളരെയേറെ മാതാപിതാക്കളുണ്ട്. പ്രകാരം വേദനിച്ചത് കൊണ്ട് മാത്രമായില്ല, ഈ വേദനകളെല്ലാം മാറ്റിത്തരുവാൻ കഴിവുള്ളവന്റെ പക്കലേക്ക് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ വേദനകളും പ്രയാസങ്ങളും അവിടെ നമുക്ക് മാറ്റിത്തരും. നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന നടത്തണം. മധ്യസ്ഥ പ്രാർത്ഥന നടത്തുക എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു പതിവായിട്ട് മാറണം. ആ പ്രാർത്ഥന വഴിയായിട്ട് ദൈവസ്നേഹത്തിൽ വളരുവാൻ നമുക്ക് സാധിക്കും. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 9-ാമത്തെ അധ്യായത്തില് ദാനിയേൽ പ്രവാചകന് ഇസ്രായേൽ ജനത്തിന്റെ ആ ദുസ്ഥിതിയിൽ വേദനിച്ച് അവരുടെ വേദന സ്വന്തമാക്കിക്കൊണ്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഞാനും ഈ ജനങ്ങളും ചെയ്തു പോയി തെറ്റുകൾക്ക് ഞാൻ ഇതാ മാപ്പ് ചോദിക്കുന്നു. എന്ത് പരിഹാരം ചെയ്യുവാൻ ഞാൻ സന്നദ്ധനാണ്. ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥിക്കുകയുണ്ടായി. ദൈവം ഗബ്രിയേൽ ദൈവദൂതനെ ദാനിയേലിന്റെ പക്കലേക്ക് അയച്ചുകൊണ്ട് പറഞ്ഞു, ദൈവം നിന്നെ വളരെയേറെ സ്നേഹിക്കുന്നുവെന്ന്. ആ ജനത്തിന് വേണ്ടി ഇപ്രകാരം കരഞ്ഞ് നീ മാധ്യസ്ഥം വഹിച്ചത് കൊണ്ട് ദൈവം നിന്നെ വളരെയേറെ സ്നേഹിക്കുന്നുവെന്ന് ഗബ്രിയേൽ ദൈവദൂതനെ അയച്ച് ദൈവം തന്നെ അദ്ദേഹത്തിന് വ്യക്തമാക്കി കൊടുക്കുകയാണ്. മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നവരെ ദൈവം സ്നേഹിക്കും. മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നവർ ദൈവസ്നേഹത്തിൽ വളരും. മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നവരെ പരസ്നേഹത്തിൽ വളരും. നമ്മുടെ ഹൃദയം വിശാലമാകും. സങ്കുചിതരായിട്ട് നമ്മൾ ആരും ഒരിക്കലും പിന്നെ ചിന്തിക്കുകയില്ല. എല്ലാവരെയും സ്നേഹിക്കുവാൻ, എല്ലാവരുടെയും നന്മ ആഗ്രഹിക്കുവാൻ, ആരെയും ശത്രുക്കളായിട്ട് കാണാതിരിക്കുവാൻ അപ്പോൾ നമുക്ക് സാധിക്കും. ദൈവം നമ്മെ അതിന് ശക്തിപ്പെടുത്തും. ദൈവം നമ്മെ അതിന് അനുഗ്രഹിക്കും. നമുക്ക് ദൈവത്തിൻ്റെ കഴിവിലെ, ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവാശ്രയ ബോധത്തിൽ വളരുവാൻ മധ്യസ്ഥ പ്രാർത്ഥന നമ്മെ സഹായിക്കും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ ഓരോരുത്തരും എല്ലാം മറന്നുകൊണ്ട് പഴയതുപോലെ പ്രവർത്തിക്കുകയോ ജീവിക്കുകയോ ചെയ്തത് കൊണ്ട് ഒന്നും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല. നിങ്ങൾ ആരും അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നുമില്ല. നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന ഈ അരൂപി, ഈ പ്രാർത്ഥനാരൂപി നമ്മിൽ ഓരോരുത്തരും നിലനിൽക്കുവാൻ വേണ്ടി നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന നടത്തണം. നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഭാര്യ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഓരോ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കണം. നമുക്ക് ചൊല്ലാവുന്ന ഏറ്റവും നല്ല മധ്യസ്ഥ പ്രാർത്ഥനയല്ലേ നമ്മുടെ ജപമാല. എത്രയോ മനോഹരമായ, എത്രയോ ഫലപ്രദമായ, എത്രയോ അനുഗ്രഹീതമായ, എത്രയോ ശക്തമായ ഒരു മധ്യസ്ഥ പ്രാർത്ഥനയാണ് ജപമാല. അതൊരിക്കലും നമ്മൾ മുടക്കരുത്. ജപമാല അർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയോട് നമ്മൾ പ്രാർത്ഥിക്കണം. കാനായിലെ കല്യാണ വീട്ടിൽ വെച്ച് കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചുവെങ്കിൽ അതിൻ്റെ കാരണക്കാരി ഈ പരിശുദ്ധ കന്യകാ മറിയമല്ലേ. നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മുടെ കുറവുകളും എല്ലാം കണ്ടറിഞ്ഞ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന പരിശുദ്ധ അമ്മയുടെ സഹായം ജപമാല വഴി തേടുവാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ ആ കുടുംബങ്ങളിൽ സമാധാനമുണ്ടാകും. അതുകൊണ്ടാണ് പിതാക്കന്മാർ പറയുന്നത്, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന കുടുംബം ഒരിക്കലും ഐക്യവും സ്നേഹവുമില്ലാത്ത കുടുംബമായിട്ട് മാറുകയില്ല എന്ന്. കാരണം നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുവാൻ
ദൈവത്തിന്റെ തിരുസന്നിധിയിൽ ശക്തമായിട്ട് മാധ്യസ്ഥം വഹിക്കുവാൻ കഴിവുള്ള പരിശുദ്ധ മറിയത്തോടാണ് ജപമാല ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കുന്നത്. മറിയത്തിന്റെ സഹായമാണ് നമ്മൾ തേടുന്നത്. സ്വിറ്റ്സർലൻഡിലെ ആ ഒരു കുടുംബത്തിന്റെ കാര്യം പറയുകയുണ്ടായി. ഒരു ഭാര്യ ഭർത്താവിന് വേണ്ടി നടത്തിയ മാധ്യസ്ഥ പ്രാർത്ഥന അത് എത്രമാത്രം ഫലപ്രദമായി എന്നതിനെപ്പറ്റി സൂചിപ്പിക്കുകയുണ്ടായി. രണ്ടാമത്തെ സുവിശേഷ സംഭവത്തിലെ ഒരു പിതാവ് തൻ്റെ മകന് വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ നടത്തിയ മധ്യസ്ഥ പ്രാർത്ഥനയെപ്പറ്റി പറയുകയുണ്ടായി. അതേ സുവിശേഷം 15-ാം അധ്യായത്തിലെ കാനാൻകാരിയായ ഒരു സ്ത്രീയുടെ മധ്യസ്ഥ പ്രാർത്ഥനയെപ്പറ്റി നമ്മൾ വായിക്കുന്നുണ്ട്. കാനാൻകാരി ഒരു സ്ത്രീ കർത്താവിനെ സമീപിച്ചുകൊണ്ട് കർത്താവിനോട് പറയുകയാണ്, കർത്താവേ ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ, കർത്താവേ ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ. ഇത്രയും മനോഹരമായിട്ടൊരു മധ്യസ്ഥ പ്രാർത്ഥനയാണ്. കർത്താവേ ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ. ആ സ്ത്രീ പറയുകയാണ്, ഒരു പിശാച് എൻ്റെ മകളെ ക്രൂരമായി ബാധിച്ചിരിക്കുന്നു. ഒരു പിശാച് എൻ്റെ മകളെ ക്രൂരമായി ബാധിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണവും ഉണ്ടായില്ല. ശിഷ്യന്മാരത് കണ്ടിട്ട് കർത്താവിനോട് പറഞ്ഞു, ആ സ്ത്രീയെ പറഞ്ഞയക്കുക, അവൾ നമ്മുടെ പിറകെ കരഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ആ സ്ത്രീ കർത്താവിൻ്റെ പക്കൽ കരഞ്ഞു പ്രാർത്ഥിച്ചു, കർത്താവേ ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ, ഒരു പിശാച് എൻ്റെ മകളെ ക്രൂരമായി ബാധിച്ചിരിക്കുകയാണ്. ആ സ്ത്രീ കരഞ്ഞു പ്രാർത്ഥിച്ചെങ്കിലും കർത്താവിൻ്റെ ഭാഗത്തു നിന്നൊരു പ്രതികരണവും ഉണ്ടായില്ല. ഇത് കണ്ടിട്ടാണ് ശിഷ്യന്മാർ കർത്താവിനോട് പറഞ്ഞത്, അവളെ പറഞ്ഞയക്കുക, അവൾ നമ്മുടെ പിന്നാലെ കരഞ്ഞുകൊണ്ട് വരികയാണ്. കർത്താവ് അവരോട് പറഞ്ഞു, ഞാൻ അയക്കപ്പെട്ടത് ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ട ആടുകളുടെ പക്കലേക്കാണ് എന്ന്. ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ട ആടുകളുടെ പക്കലേക്കാണ് ഞാൻ അയക്കപ്പെട്ടത്. കർത്താവ് ശിഷ്യന്മാരോട് പറയുകയുണ്ടായി. ആ സ്ത്രീ ഒരുപക്ഷെ അത് കേട്ട് കാണും. പക്ഷെ സ്ത്രീ അതുകൊണ്ട് നിരാശയായില്ല. ആ സ്ത്രീ കർത്താവിൻ്റെ പക്കലേക്ക് വന്ന് പ്രണമിച്ചിട്ട് വേദനയോടുകൂടി കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ എന്ന്. കർത്താവ് പറഞ്ഞു, ആ സ്ത്രീയോട് പറഞ്ഞു, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് ഇട്ടുകൊടുക്കാൻ പാടില്ല. കർത്താവ് അങ്ങനെ പറഞ്ഞത് കേൾക്കുമ്പോൾ നമുക്കൊക്കെ അത്ഭുതം തോന്നും. കർത്താവ് അങ്ങനെ പറയുമായിരുന്നോ എന്ന്. മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് ഇട്ടുകൊടുക്കുന്നത് ഉചിതമല്ല. ആ സ്ത്രീക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലായി. ആ സ്ത്രീക്ക് കർത്താവൊക്കെ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ വിശ്വാസമുണ്ടായിരുന്നു. ആ സ്ത്രീ കർത്താവിനോട് പറഞ്ഞു, നായ്ക്കളും യജമാനന്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ തിന്നുന്നുണ്ടല്ലോ. കർത്താവിന് ആ സ്ത്രീയുടെ വിശ്വാസത്തിന്റെ ആഴം മനസ്സിലാക്കാൻ സാധിച്ചു. സ്ത്രീയെ ഇതുപോലുള്ള വിശ്വാസം ഞാൻ മറ്റൊരിടത്തും കണ്ടിട്ടില്ല. നീ സമാധാനത്തോടെ പൊയ്ക്കൊള്ളുക, നിന്റെ മകൾ സുഖം പ്രാപിച്ചിരിക്കുന്നുവെന്ന്. ആ സ്ത്രീയുടെ മധ്യസ്ഥ പ്രാർത്ഥന ഒരു ഭാര്യയുടെ മധ്യസ്ഥ പ്രാർത്ഥനയെപ്പറ്റി സൂചിപ്പിച്ചു, ഒരു പിതാവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയെപ്പറ്റി സൂചിപ്പിച്ചു. ഇവിടെ ഒരു മാതാവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥന. നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയാൽ അതുകൊണ്ട് ഫലമുണ്ടാകും. ഇത് 2000 വർഷങ്ങൾക്ക് മുൻപ് സംഭവിച്ചതാ. പക്ഷെ യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെയാ. 2000 വർഷങ്ങൾക്ക് മുൻപ് ഗലീലയുടെ ചുറ്റി സഞ്ചരിച്ച അതേ കർത്താവ്. ഹെബ്രായ ലേഖനം 13:8 നമ്മൾ വായിക്കുന്നു, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെയാണ് എന്ന്. അവിടുത്തെ ശക്തി കുറഞ്ഞിട്ടില്ല. അവിടെ നിന്നും നമ്മെ ക്ഷണിക്കുകയാണ്. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ, ദുഃഖിക്കുന്നവരും ക്ലേശിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ പക്കലേക്ക് വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന്. കർത്താവ് വ്യക്തമായിട്ട് നമ്മളോട് പറയുകയാണ്, നിങ്ങളെ ഞാൻ നിരാശരാക്കി വിടുകയില്ല, നിങ്ങളെല്ലാവരും എൻ്റെ പക്കലേക്ക് വരിക, നിങ്ങളെ ഞാൻ ആശ്വസിപ്പിക്കാമെന്ന്. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ പക്കലേക്ക് നമ്മൾ കടന്നു ചെല്ലണം. കർത്താവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. എത്രയേറെ പേർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കും. നമ്മളൊക്കെ നമ്മുടെ കുടുംബങ്ങളിൽ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുകയാണെങ്കിൽ അതുകൊണ്ട് ഫലമുണ്ടാകും. നമ്മുടെ രൂപതയിൽ നിന്നുള്ള ഒരു വൈദികൻ ജിജോ ചാലക്കൽ, അദ്ദേഹം ഏതാനും ആഴ്ചകൾക്ക് മുൻപ് വെക്കേഷന് വേണ്ടി ഇവിടെ വന്നിരുന്നു. അദ്ദേഹം ഇപ്പോൾ ജർമ്മനിയിൽ പ്രവർത്തിക്കുകയാണ്. ഞാൻ അച്ഛനെ കാണാൻ ചെന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇവിടെ ഒരു സ്ത്രീയുണ്ട്,
ആ സ്ത്രീയുടെ തൊഴിൽ ഈ ഇറച്ചി കച്ചവടം നടത്തുക എന്നതാണ്. ഒരു ഇറച്ചിക്കടയുണ്ട്. രാവിലെ മുതൽ ഉച്ച വരെ ഇറച്ചിക്കടയിലിരിക്കും. ഉച്ചയ്ക്ക് 1.5 മണിക്കൂർ നേരത്തേക്ക് കട അടച്ചിടും. പിന്നെ വീണ്ടും കട തുറക്കും. വൈകുന്നേരമാകുമ്പോൾ കട അടയ്ക്കും. ആ സ്ത്രീ ഒരു നല്ല കത്തോലിക്കയാണ്, വിശ്വാസമുള്ളൊരു സ്ത്രീയാണ്. ഓരോ ദിവസവും കടയടച്ചിട്ട് ഉച്ചയ്ക്ക് 1 മണിക്കൂർ സമയം ആ സ്ത്രീ ദേവാലയത്തിൽ വന്ന് ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കും. ഒരു ദിവസം അച്ഛൻ ആ സ്ത്രീയോട് ചോദിച്ചു, എന്താണ് ഈ ചെയ്യുന്നത്? ഓരോ ദിവസവും 1 മണിക്കൂർ നേരം വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നത് കാണുന്നുണ്ടല്ലോ. ആ സ്ത്രീ പറഞ്ഞു, എനിക്ക് കിട്ടുന്ന എൻ്റെ ദിവസത്തിലെ ഏറ്റവും വിലപ്പെട്ട മണിക്കൂർ അതാണ്. ഞാൻ ദേവാലയത്തിൽ വന്നിരുന്ന് കർത്താവിൻ്റെ മുൻപിൽ ഇരുന്നു കൊണ്ട് എല്ലാവർക്കും വേണ്ടി ഞാൻ മാധ്യസ്ഥ പ്രാർത്ഥന നടത്തുകയാണ് എന്ന്. എല്ലാവർക്കും വേണ്ടിയും, എൻ്റെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും, എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും, എൻ്റെ പരിചിതർക്ക് വേണ്ടിയും, എന്നെ വെറുക്കുന്നവർക്ക് വേണ്ടിയും, എന്നെ ദ്വേഷിക്കുന്നവർക്ക് വേണ്ടിയും, ലോകത്തിന് മുഴുവനും വേണ്ടിയും, പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടിയും, രോഗികളുടെ സൗഖ്യത്തിന് വേണ്ടിയും ഞാൻ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുകയാണ് എന്ന്. ഓരോ ദിവസവും ഞാനത് ചെയ്യുന്നു. അതാണ് എൻ്റെ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെ കാരണമെന്ന്. മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തി അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തിയാണ് ആ സ്ത്രീ. നമുക്കും ഇതുപോലെ 1 മണിക്കൂർ സമയം നടത്താൻ സാധിച്ചില്ലെങ്കിലും ഓരോ ദിവസവും കുറച്ച് സമയം നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്താൻ സാധിക്കുകയില്ലേ? നമ്മളത് ചെയ്താൽ നമ്മുടെ ഹൃദയം വിശാലമാകും. ദൈവസ്നേഹത്തിൽ വളരുവാൻ നമുക്ക് സാധിക്കും. സഹോദര സ്നേഹത്തിൽ വളരുവാൻ നമുക്ക് സാധിക്കും. നമ്മൾ ഓരോരുത്തരും അനുഗ്രഹീതരാകും. കാരണം നമ്മിലൂടെ മറ്റുള്ളവർ അനുഗ്രഹീതരാകുകയാണ്. നമ്മൾ ഓരോരുത്തരും മറ്റുള്ളവർക്ക് അനുഗ്രഹമായിട്ട് മാറുകയാണ്. അബ്രാഹത്തെ ദൈവം വിളിച്ചത് മറ്റുള്ളവർക്ക്, വളരെയേറെ പേർക്ക് ഒരു വലിയ ജനാവലിക്ക് അനുഗ്രഹമായി തീരുന്നതിന് വേണ്ടിയാണ്. നമുക്കും അതുപോലെ അനുഗ്രഹമായിട്ട് തീരാൻ സാധിക്കും. നമ്മൾ ഓരോരുത്തരും മനസ്സ് വെച്ചാൽ മതി. നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ മതി. ത്യാഗങ്ങൾ അനുഷ്ഠിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ മതി. എനിക്കൊരു കുടുംബത്തെ അറിയാം. ആ കുടുംബത്തിലെ 2 കുട്ടികൾ ബാംഗ്ലൂർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മാതാപിതാക്കൾക്കറിയാം ബാംഗ്ലൂരിലെ സാഹചര്യം. പല കുട്ടികളും വഴിതെറ്റിപ്പോകുന്ന സാഹചര്യമാണ് അവിടെയുള്ളത്. എല്ലാ തരത്തിലുമുള്ള തിന്മകളിലേക്കും വീണു പോകാൻ സാധ്യതയുള്ള ഒരു സ്ഥലം. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ കുട്ടികൾ 2 പേരും അവിടെ പഠിക്കുന്ന ആ ഒരു പശ്ചാത്തലത്തിൽ അവർ പഠനം ആരംഭിച്ച അന്ന് മുതൽ ഈ മാതാപിതാക്കള് ഇറച്ചിയും മീനും ഉപേക്ഷിച്ച് ആ കുട്ടികൾക്ക് വേണ്ടി കാഴ്ചവെക്കുകയാണ്. കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആഴ്ചയിൽ 1 ദിവസം അവർ ഉപവസിക്കുകയാണ്. അതിൻ്റെ ഫലം ആ കുട്ടികൾക്കുണ്ടാകുന്നുണ്ട്. ആ കുട്ടികൾ വഴിതെറ്റിപ്പോയില്ല. എത്രയോ പേര് വഴിതെറ്റിപ്പോകുന്നു. പക്ഷെ ഇവർക്ക് ആ പ്രാർത്ഥനയുടെ സംരക്ഷണം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. മാതാപിതാക്കളുടെ പ്രാർത്ഥന. ഇപ്രകാരം പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ലേ? എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. വഴിതെറ്റിപ്പോയവർക്ക് വേണ്ടി മാത്രമല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ആരും വഴിതെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി, നമ്മുടെ മക്കൾ വഴിതെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി, തെറ്റായ സൗഹൃദങ്ങൾ ഉൾപ്പെടാതിരിക്കുവാൻ വേണ്ടി, തിന്മയുടെ സ്വാധീനങ്ങൾ ഉൾപ്പെടാതിരിക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കുകയില്ലേ? ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഒരച്ഛൻ പറഞ്ഞ കാര്യം ഞാൻ ഓർമ്മിക്കുകയാണ്. ഒരു വലിയ ഹോസ്റ്റലില് 100 കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 100 കുട്ടികളിലെ 60 പേരെ കത്തോലിക്കരാണ്. അച്ഛൻ വിചാരിച്ചു അവർക്ക് വേണ്ടി ഒരു ധ്യാനം സംഘടിപ്പിക്കാമെന്ന്. അച്ഛനൊരു ധ്യാനം സംഘടിപ്പിച്ചു. ഈ 60 കുട്ടികളോടും, കത്തോലിക്കരായ കുട്ടികളോട് നിർബന്ധമായിട്ടും ആ ധ്യാനത്തിൽ സംബന്ധിക്കണം, മറ്റുള്ളവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ സംബന്ധിക്കാം അച്ഛൻ പറഞ്ഞു. ഈ 60 കുട്ടികൾ ധ്യാനത്തിൽ സംബന്ധിച്ചു. പക്ഷെ അതിൽ 10-11 പേരെ വളരെ നിസ്സംഗരായിട്ട് ധ്യാനത്തിൽ സംബന്ധിക്കുകയാണ്. ഈ ധ്യാന ഗുരുവിന് മനസ്സിലായി അവിടുത്തെ ഡയറക്ടർ അച്ഛൻ നിർബന്ധിച്ചത് കൊണ്ടായി മാത്രമാണ് ഇവർ ഈ ധ്യാനത്തിൽ സംബന്ധിക്കുന്നത് എന്നും. അവർ ഓരോരുത്തരെയും കണ്ട് ഈ ധ്യാന ഗുരു സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, അവരെല്ലാവരും നല്ല കത്തോലിക്ക കുടുംബങ്ങളിൽ നിന്ന് വന്ന കുട്ടികളാണ്. പക്ഷെ ഈ 11 പേരും ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നിരീശ്വരവാദികളായിട്ട് മാറിയിരിക്കുകയാണ്. ഈ 60 കുട്ടികളിൽ 11 പേരും നിരീശ്വരവാദികളായിട്ട് മാറിയിരിക്കുകയാണ്. അവർ 2 പേര് ബ്ലാക്ക് മാസിൽ സംബന്ധിച്ചവരാണ്. അതായത് പരിശുദ്ധ കുർബാനയുടെ അവഹേളനം വഴി നടത്തപ്പെടുന്ന ഒരു ആചാരം, അശുദ്ധമായൊരു ആചാരം, അതിൽ സംബന്ധിച്ചവരാണ് ഈ 11 പേരിൽ 2 പേര്.
നല്ല കത്തോലിക്ക കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികളാണവർ. മാതാപിതാക്കൾ ഇത് വല്ലതും അറിയുന്നുണ്ടോ? മാതാപിതാക്കൾ ആ കുട്ടികൾക്ക് എല്ലാം കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് എല്ലാം കൊടുത്താലും, എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്താലും, വിശ്വാസം എന്ന മഹാദാനം അവർക്ക് കൊടുക്കാൻ നമുക്ക് സാധിക്കാതെ പോയാൽ നമ്മുടെ കുട്ടികളുടെ ജീവിതം ധന്യമാവുകയില്ല എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ദാനം നമുക്ക് ലഭിച്ച ക്രൈസ്തവ വിശ്വാസമാണ്, കത്തോലിക്ക വിശ്വാസമാണ്. ആ വിശ്വാസം നമുക്ക് കൊടുക്കാൻ സാധിക്കാതെ പോയാൽ നമ്മുടെ കുട്ടികൾ ഇതുപോലെ വഴിതെറ്റിപ്പോകും. അവരെത്രമാത്രം പഠിച്ചുയർന്നാലും, എത്ര വലിയ ജോലിയിൽ പ്രവേശിക്കുവാനിടയായാലും ആ കുട്ടികൾക്ക് അതുകൊണ്ട് എന്ത് നേട്ടമാണ് ഉണ്ടാവുക? ഭൗതികമായി നേട്ടമുണ്ടായെന്ന് വരാം, പക്ഷേ വിശ്വാസം വഴി ലഭിക്കുന്ന ആ സമാധാനം, ആ സന്തോഷം, ആ രക്ഷ അവർക്കൊരിക്കലും അനുഭവിക്കുവാൻ സാധിക്കുകയില്ല. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിൻ്റെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ മറ്റുള്ളവർക്ക് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണം. നമ്മുടെ ജീവിതത്തെ തന്നെ നവീകരിക്കുവാൻ നമുക്ക് സാധിക്കണം. നീതിമാന്റെ പ്രാർത്ഥനയ്ക്കാണ് ശക്തിയുള്ളത്. നീതിമാന്റെ പ്രാർത്ഥനയാണ് ഫലദായകമാകുന്നത്. പാപികളായി നമ്മൾ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന കൊണ്ട് ഫലമുണ്ടായി എന്ന് വരികയില്ല. പക്ഷെ നീതിമാന്റെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടാകും. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 5-ാം അധ്യായത്തിലെ 13 മുതലുള്ള തിരുവചനങ്ങൾ യാക്കോബ് ശ്ലീഹ പറയുന്നുണ്ട്. നിങ്ങളിൽ ആരെങ്കിലും രോഗിയാണെങ്കിൽ അവൻ സഭയിലെ ശ്രേഷ്ഠന്മാരെ വിളിക്കട്ടെ, അവർ വന്ന് അവന് തൈലാഭിഷേകം നടത്തി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന അവന് സൗഖ്യം പ്രദാനം ചെയ്യും. വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന അവന് സൗഖ്യം പ്രദാനം ചെയ്യും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവ് അവൻ്റെ പാപങ്ങൾക്ക് അവന് മാപ്പ് കൊടുക്കും. 15-ാമത്തെ തിരുവചനം, വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന കർത്താവ് കേൾക്കും. കർത്താവ് സൗഖ്യം നൽകും. കർത്താവ് അവന് എഴുന്നേൽപ്പിക്കും. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവ് അവൻ്റെ പാപങ്ങൾക്ക് മാപ്പ് കൊടുക്കും. സ്വിറ്റ്സർലൻഡിലെ ആ കുടുംബത്തിൻ്റെ കാര്യം ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. ആ തിരുവചനം കേട്ടപ്പോൾ, ആ ദേവാലയത്തിൽ നിന്ന് തിരുവചനം കേട്ടപ്പോൾ, മദ്യപാനിയായ ആ മനുഷ്യൻ, അവനെ കർത്താവ് ഉണർത്തി, അവനെ കർത്താവ് എഴുന്നേൽപ്പിച്ചു. എഴുന്നേറ്റത്തിൻ്റെ കിടക്കയും എടുത്തുകൊണ്ട് പോവുക എന്ന് കർത്താവ് അദ്ദേഹത്തോട് പറഞ്ഞു. വിശ്വാസത്തോടുള്ള പ്രാർത്ഥന രോഗിക്ക് സൗഖ്യം നൽകും. കർത്താവ് അവന് എഴുന്നേൽപ്പിക്കും. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവ് അവൻ്റെ പാപങ്ങൾക്ക് മാപ്പ് കൊടുക്കും. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ വിധത്തിൽ പ്രാർത്ഥിക്കാൻ സാധിക്കുകയില്ലേ? വിശ്വാസത്തോടുകൂടെ നമ്മൾ പ്രാർത്ഥിച്ചാൽ, സ്ഥിരതയോടുകൂടെ നമ്മൾ പ്രാർത്ഥിച്ചാൽ, ആ കാനാൻകാരി സ്ത്രീയെ പോലെ നിരാശപ്പെടാതെ കർത്താവിന് സാധിക്കും. കർത്താവ് ചെയ്തു തരും. കർത്താവിൻ്റെ സമയത്ത് കർത്താവ് ചെയ്തു തരുമെന്നുള്ള ആ ഒരു വിശ്വാസത്തോടുകൂടെ, പ്രത്യാശയോടുകൂടെ പ്രാർത്ഥിച്ചാൽ നമ്മുടെ ആരുടെയും പ്രാർത്ഥന നിഷ്ഫലമായി പോവുകയില്ല. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കും. കർത്താവ് നമ്മെ അനുഗ്രഹിക്കും. നാം ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരുടെ ഹൃദയങ്ങളിൽ കർത്താവ് സ്പർശിക്കും. അവരുടെ ഹൃദയങ്ങളിൽ കർത്താവ് പരിവർത്തനം വരുത്തും. നമ്മളതുകൊണ്ട് മധ്യസ്ഥ പ്രാർത്ഥന നടത്തണം. മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തി നമ്മൾ അനുഭവിച്ചറിയണം. മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഫലദായകത്വം നമുക്ക് ബോധ്യമാകണം. കന്യകാലയത്തിൻ്റെ ആ 4 മതിൽക്കെട്ടുകൾക്കുള്ളിൽ ജീവിച്ച് പോയ വിശുദ്ധയാണ് വിശുദ്ധ കൊച്ചു ത്രേസ്യ. പാപിയായ ഒരു മനുഷ്യനെ ഇതാ തൂക്കിലേറ്റാൻ പോകുന്നുവെന്ന് മനസ്സിലാക്കിയപ്പോൾ കൊച്ചു ത്രേസ്യ ആ കന്യകാലയത്തിലിരുന്ന് പ്രാർത്ഥിച്ചു. അവൻ്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. പാപിയായ ഒരു മനുഷ്യൻ്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവിൻ്റെ പക്കൽ കരഞ്ഞു പ്രാർത്ഥിച്ചു. എന്ത് സംഭവിച്ചുവെന്ന് വിശുദ്ധ അറിയുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അറിഞ്ഞു. തൂക്കിലേറുന്നതിന് തൊട്ട് മുൻപ് ആ മനുഷ്യൻ നല്ലൊരു കുമ്പസാരം നടത്തി പാപമോചനം സ്വീകരിച്ച് കർത്താവിൻ്റെ ആ രക്ഷയുടെ മാർഗത്തിലേക്ക് കടന്നുപോയി എന്ന്. നമ്മൾ പ്രാർത്ഥിച്ചാൽ, പാപികളായ മനുഷ്യരുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ അതുകൊണ്ട് ഫലമുണ്ടാകും. എത്രയോ പേരപ്രകാരം പ്രാർത്ഥിച്ചിട്ട് ഫലമുണ്ടാകും. വിശ്വാസത്തോടുകൂടി നമ്മൾ പ്രാർത്ഥിച്ചാൽ അതുകൊണ്ട് ഫലമുണ്ടാകും. സെഖ്യോൻ ധ്യാന കേന്ദ്രത്തിൽ വന്ന്
പ്രാർത്ഥിക്കുന്ന എത്രയോ പേർക്കാണ് ഫലം ലഭിക്കുക, എത്രയോ പേർക്കാണ് രോഗശാന്തി ലഭിക്കുക. അവിടെ ആശീർവദിച്ച് നൽകപ്പെടുന്ന ആ റൊട്ടി കഷ്ണം ഭക്ഷിച്ചിട്ട് തൊണ്ടയിലെ ക്യാൻസർ മാറിപ്പോകുന്ന എത്രയോ വ്യക്തികളാണുള്ളത്. കർത്താവ് അവരെ സുഖപ്പെടുത്തുകയാണ്. ആ സ്ഥലം പരിശുദ്ധമായ ഒരു സ്ഥലമാണെന്നുള്ള വിശ്വാസത്തോടുകൂടി ആ സ്ഥലത്തേക്ക് കടന്നു വരുന്ന അതേ നിമിഷത്തില്, വിശ്വാസത്തോടുകൂടി കടന്നു വരുന്ന അതേ നിമിഷത്തില് രോഗശാന്തി ലഭിക്കുന്ന വളരെയേറെ വ്യക്തികളുണ്ട്. അവർ അവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. നമുക്കൊക്കെ പ്രതീക്ഷിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള രോഗശാന്തികൾ അവിടെ നടക്കുന്നുണ്ട്, കർത്താവ് നടത്തുന്നുണ്ട്. ഇവരുടെ ആരുടെയും സാമർഥ്യത്തിന്റെ ഫലമായിട്ടല്ല, പക്ഷേ കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് അഭിഷേകത്തോടുകൂടെ ശുശ്രൂഷ ചെയ്യുന്നതിന്റെ ഫലമായിട്ട് വളരെയേറെ മാറ്റങ്ങള്, വളരെയേറെ അത്ഭുതങ്ങള്, വളരെയേറെ രോഗശാന്തികള്, വളരെയേറെ മനപരിവർത്തനങ്ങള് അവിടെ നടക്കുകയാണ്. കർത്താവ് പ്രവർത്തിക്കുകയാണ്. കർത്താവ് ഇവരിലൂടെയും വട്ടാഴ്ചനിലൂടെയും സഹപ്രവർത്തകരിലൂടെയും ചെയ്യുന്ന വലിയ കാര്യങ്ങളാണ് അവിടെയെല്ലാം. കഴിഞ്ഞതിൻ്റെ മുൻപത്തെ വർഷം മെത്രാന്മാരെ ധ്യാനിപ്പിച്ച വൈദികൻ, അദ്ദേഹത്തിൻ്റെ പേര് മാനുവൽ വള്ളിപ്പാലം എന്നാണ്. ഞാൻ അദ്ദേഹത്തെ ധ്യാനത്തിൻ്റെ അവസരത്തിൽ കാണാൻ ചെന്നു. കുറച്ച് സമയം അദ്ദേഹം സംസാരിക്കാനായിട്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഞങ്ങൾക്കൊരു ധ്യാന കേന്ദ്രമുണ്ട്, അട്ടപ്പാടിയിലാണ്, സെഹിയോൻ ധ്യാന കേന്ദ്രം എന്നാണ് അത് അറിയപ്പെടുക, അച്ഛൻ അതേപ്പറ്റി അറിയാവോ? അച്ഛൻ പറഞ്ഞു, ഞാൻ 1 മാസം മുൻപേ അവിടെ പോയി ധ്യാനിച്ചതാ. എന്നിട്ട് അച്ഛൻ പറഞ്ഞു, വളരെയേറെ ആവേശത്തോടുകൂടി അച്ഛൻ പറഞ്ഞു, ആ ധ്യാന കേന്ദ്രത്തിലെ അഭിഷേകമുണ്ട്, അവിടെ നടത്തപ്പെടുന്ന ശുശ്രൂഷകൾക്ക് അഭിഷേകമുണ്ട്, അവിടെ ശുശ്രൂഷ ചെയ്യുന്നവരെ അഭിഷേകത്തോടെ ശുശ്രൂഷ ചെയ്യുന്നു, അവിടെ വരുന്നവർക്ക് വളരെയേറെ അഭിഷേകം ലഭിക്കുന്നു. അതിൻ്റെ കാരണവും ഞാൻ പറയാം. അദ്ദേഹം പറയുകയുണ്ടായി, അവിടെ വളരെയേറെ പേരുടെ ശക്തമായ മധ്യസ്ഥ പ്രാർത്ഥന നടക്കുന്നുണ്ട് എന്ന്. അവിടെ പോയിട്ടുള്ളവർക്കറിയാം, പല സ്ഥലങ്ങളിലിരുന്ന് ജനങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുകയാണ്. അച്ഛന്മാരുടെ ധ്യാനം നടക്കുന്നതായ അവസരത്തിൽ അച്ഛന്മാർക്ക് വേണ്ടി അവർ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നു. സിസ്റ്റേഴ്സിന്റെ ധ്യാനം നടക്കുന്ന അവസരത്തിൽ പല ഗ്രൂപ്പുകളിരുന്ന് സിസ്റ്റേഴ്സിന് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നു. അൽമായർക്ക് വേണ്ടിയുള്ള ധ്യാനം നടത്തുന്ന അവസരത്തിൽ വളരെയേറെ പേർക്ക് അവിടെ ഇരുന്ന് അൽമായ സഹോദരങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. മധ്യസ്ഥ പ്രാർത്ഥന ഫലദായകമാണ്. മധ്യസ്ഥ പ്രാർത്ഥന വളരെയേറെ അനുഗ്രഹീതമാണ്. അത് നടത്തുന്നവർക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിക്കും. അത് നടത്തുന്ന വഴിയായിട്ട് അവരിലൂടെ വളരെയേറെ പേർക്ക് അനുഗ്രഹം ലഭിക്കും. നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന നടത്തണം. നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ത്യാഗമനുഷ്ഠിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കും, കേൾക്കാതിരിക്കുകയില്ല. ഒരൊറ്റ പ്രാർത്ഥന പോലും കർത്താവ് കേൾക്കാതിരിക്കുകയില്ല. എല്ലാ പ്രാർത്ഥനകൾക്കും കർത്താവ് നമ്മുടെ നന്മയ്ക്ക് ഉപകരിക്കത്തക്ക വിധത്തിൽ പ്രത്യുത്തരം നൽകിക്കൊണ്ട് നമ്മെ സഹായിക്കും. അതുകൊണ്ട് എനിക്ക് പറയുവാനുള്ള ഒരു കാര്യം, ഒരു സന്ദേശ രൂപേണ അല്ലെങ്കിൽ പോലും എനിക്ക് നിങ്ങളോട് പറയുവാനുള്ള ഒരു കാര്യം ഇതാണ്: നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന നടത്തണം. ത്യാഗമനുഷ്ഠിച്ച് മധ്യസ്ഥ പ്രാർത്ഥന നടത്തണം. മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയാൽ നമ്മുടെ കുടുംബങ്ങൾക്ക് സമാധാനമുണ്ടാകും, നമ്മുടെ കുടുംബങ്ങൾക്ക് സന്തോഷമുണ്ടാകും, നമ്മുടെ കുടുംബങ്ങൾ രക്ഷിക്കപ്പെട്ട കുടുംബങ്ങളായിട്ട് മാറും. സക്കേവൂസിന്റെ കുടുംബത്തിലേക്ക് കർത്താവ് കടന്നു ചെന്നപ്പോൾ ആ കുടുംബത്തിന് ആ ദിവസം മുതൽ രക്ഷ കൈവന്നതുപോലെ മധ്യസ്ഥ പ്രാർത്ഥന നടത്തി കർത്താവിൻ്റെ സഹായം തരാൻ നമ്മൾ തയ്യാറായാൽ, ത്യാഗങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറായാൽ, അതിൻ്റെ അനുഗ്രഹം, അതിൻ്റെ സന്തോഷം, അതിൻ്റെ സമാധാനം, അതിൻ്റെ രക്ഷ നമ്മുടെ കുടുംബങ്ങൾക്കുണ്ടാകും, ആ കുടുംബാംഗങ്ങൾക്കുണ്ടാകും, നമ്മുടെ ഇടവകകൾക്കുണ്ടാകും, നമ്മുടെ ദേശത്തിനുണ്ടാകും. കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന വലിയ ഒരു അനുഗ്രഹമല്ലേ? കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥന കൂടാതെ കർത്താവിന് മറ്റുള്ളവർക്ക് നൽകാനായിട്ട് സാധിക്കും. പക്ഷെ കർത്താവ് നിശ്ചയിച്ചു നമ്മെയും നമ്മൾ ആ രക്ഷാകര ദൗത്യത്തിലെ, രക്ഷാകര പ്രവർത്തനത്തിലെ പങ്കുകാരാക്കണമെന്ന്. നമ്മുടെ പ്രാർത്ഥന വഴി ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ മറ്റുള്ളവർക്ക് നൽകുവാൻ കർത്താവ് തിരുമനസ്സായി. കാരണം അതുവഴി നമ്മളും അനുഗ്രഹീതരാകണമെന്ന് കർത്താവ് ആഗ്രഹിച്ചു.
മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നത് വഴിയായിട്ട് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥനാരൂപിയിൽ വളരണമെന്ന്, ദൈവസ്നേഹത്തിൽ വളരണമെന്ന്, സഹോദര സ്നേഹത്തിൽ വളരണമെന്ന് കർത്താവ് ആഗ്രഹിച്ചു. നമ്മുടെയൊക്കെ ഹൃദയം സങ്കുചിതമാകരുത്, നമ്മുടെ ഹൃദയം വിശാലമാകണം. എല്ലാവരെയും സ്നേഹിക്കാൻ നമുക്ക് സാധിക്കണം. എല്ലാവരുടെയും നന്മയെ ആഗ്രഹിക്കുന്ന വ്യക്തികളായിട്ട് മാറാൻ നമുക്ക് സാധിക്കണം. കർത്താവ് അതിനു വേണ്ടി നമ്മെയും അവരുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ഉപകരണങ്ങളാക്കി മാറ്റിയിരിക്കുകയാണ്. അത് ബോധ്യപ്പെട്ടുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്ന വ്യക്തികളായിട്ട് മാറാൻ നമുക്ക് സാധിക്കണം. കർത്താവ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് മറുപടി നൽകിയെന്ന് വരികയില്ല. കർത്താവ് നിശ്ചയിക്കുന്ന വിധത്തിലെ നിശ്ചയിക്കുന്ന സമയത്ത് കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കും. ഒരു ധ്യാനഗുരു, അദ്ദേഹത്തിൻ്റെ പേര് അബ്രഹാം കടിയക്കുഴി എന്നാണ്. വളരെയേറെ പ്രാവശ്യം നമ്മുടെ യുവക്ഷേത്രയിൽ മരിയൻ ധ്യാനം നടത്തിയ ഒരു വൈദികനാണ്. കാഞ്ഞിരപ്പള്ളി രൂപതക്കാരനാണ് അദ്ദേഹം. അദ്ദേഹം ഒരു ധ്യാനഗുരു ഒന്നുമല്ലായിരുന്നു. ഒരു ധ്യാനഗുരുവായി തീരുമെന്ന് അദ്ദേഹം ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നതുമല്ല. അദ്ദേഹത്തിൻ്റെ അമ്മ ഒരിക്കലൊരു കരിസ്മാറ്റിക് ധ്യാനത്തെ സംബന്ധിച്ചു. പട്ടായസിനെ പോലുള്ള ഒരു വചനപ്രഘോഷകനാണ് അന്ന് വചനം പ്രഘോഷിച്ചത്. ആ വചനപ്രഘോഷണം ശ്രവിച്ചു കൊണ്ടിരുന്ന അമ്മ ആഗ്രഹിച്ചു തൻ്റെ മകനും ഒരു ദിവസം ഇതുപോലുള്ള ഒരു വചനപ്രഘോഷകനായിട്ട് മാറണമെന്ന്. ആ ദിവസം മുതൽ ഈ ഒരു നിയോഗാർത്ഥം ആ അമ്മ പ്രാർത്ഥിക്കുകയായിരുന്നു. അച്ഛനായ വൈദികനായ തൻ്റെ മകന് വേണ്ടി ഒരു ദിവസം അദ്ദേഹം ഒരു സുവിശേഷ പ്രഘോഷകനായിട്ട്, ഒരു ധ്യാന ഗുരുവായിട്ട്, ഒരു വചനപ്രഘോഷകനായിട്ട് മാറാൻ ആഗ്രഹിച്ചുകൊണ്ട് അമ്മ പ്രാർത്ഥിക്കുകയുണ്ടായി. ഒരാഴ്ചയല്ല പ്രാർത്ഥിച്ചത്, ഒരു മാസമല്ല പ്രാർത്ഥിച്ചത്, ഒരു വർഷമല്ല പ്രാർത്ഥിച്ചത്, 10 വർഷം അമ്മ പ്രാർത്ഥിച്ചു. 10 വർഷം കഴിഞ്ഞപ്പോൾ എന്തോ അച്ഛന് തോന്നി ഒരു ധ്യാനപ്രസംഗകനായിട്ട് മാറാമെന്ന്. കർത്താവ് തന്നെ അതിലേക്ക് വിളിക്കുന്നുവെന്ന്. അച്ഛൻ ചെന്ന് അമ്മയോട് പറഞ്ഞു, അമ്മ ഞാൻ കുളത്തുവയലിൽ പോയി വർക്കിയച്ഛൻ്റെ കൂടെ ധ്യാന ശുശ്രൂഷയിൽ പങ്കുചേരാൻ ആഗ്രഹിക്കുകയാണ്. അമ്മയ്ക്ക് അതിനോട് യോജിപ്പുണ്ടോ എന്ന് അമ്മയോട് ചോദിക്കുകയാണ്. അപ്പം അമ്മ പറഞ്ഞു, മോനെ, കഴിഞ്ഞ 10 വർഷമായിട്ട് കർത്താവ് നിന്നെ ഈ ശുശ്രൂഷയിലേക്ക് വിളിക്കുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. ഇന്ന് ഞാൻ സന്തോഷവതിയാണ്. കർത്താവിൻ്റെ പ്രാർത്ഥന കേട്ടുവെന്ന്. നമ്മുടെ മക്കൾക്ക് വേണ്ടിയും ഈ വിധത്തിലെ തെറ്റായ മാർഗത്തിലൂടെ കടന്നുപോയ മക്കൾ തിരിച്ചു വരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക മാത്രമല്ല, നമ്മുടെ മക്കള് യഥാർത്ഥമായ ഭക്തിയിലും വിശുദ്ധിയിലും നിലനിൽക്കുവാനും വളരുവാനും വേണ്ടി, വചനപ്രഘോഷകരായിട്ട് മാറുവാൻ വേണ്ടി, കർത്താവിന് സാക്ഷ്യം വഹിച്ച് ജീവിക്കുന്ന വ്യക്തികളായി തീരാൻ വേണ്ടി നമ്മൾ ആ അമ്മ ചെയ്തതുപോലെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അതുകൊണ്ട് ഫലമുണ്ടാകാതെ വരികയില്ല. എവിടെയെല്ലാം ഈ വിധത്തിൽ അമ്മമാര്, അപ്പന്മാര് മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയിട്ടുണ്ടോ അവിടെയെല്ലാം അതിൻ്റെ ഗുണമുണ്ടായിട്ടുണ്ട്. നമ്മൾ ഈ കാര്യം മനസ്സിലാക്കണം, ഇക്കാര്യം നമ്മൾ ബോധ്യപ്പെടണം. മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തി നമ്മൾ അനുഭവിച്ചറിയണം. അനുഭവിച്ചറിഞ്ഞുകൊണ്ട് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നവരാകാൻ നമുക്ക് സാധിച്ചാൽ അതിൻ്റെ അനുഗ്രഹം നമുക്കുണ്ടാകും, നമ്മുടെ കുടുംബങ്ങൾക്കുണ്ടാകും, നമ്മുടെ ഇടവകൾക്കുണ്ടാകും, നമ്മുടെ ദേശത്തിനുണ്ടാകും, നമ്മുടെ രൂപതയ്ക്കുണ്ടാകും. ഈ ഒരു സന്ദേശമാണ് എനിക്ക് നിങ്ങൾക്ക് നൽകുവാനുള്ളത്. ഈ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിച്ചാൽ നിങ്ങളെല്ലാവരും വളരെയേറെ അനുഗ്രഹീതരാകും. ദൈവം നിങ്ങളെ സ്നേഹിക്കും. ദൈവസ്നേഹത്തിൽ വളരാൻ നിങ്ങൾക്ക് സാധിക്കും. സഹോദര സ്നേഹത്തിൽ വളരാൻ നിങ്ങൾക്ക് സാധിക്കും. പ്രാർത്ഥനാരൂപിയിലും വളരുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനുള്ള കൃപ കർത്താവ് നിങ്ങൾക്കെല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് എഴുന്നേറ്റ് നിന്ന് അല്പസമയം പ്രാർത്ഥിക്കാം. നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥന തന്നെ നടത്താം. മധ്യസ്ഥ പ്രാർത്ഥനയെപ്പറ്റി ഞാൻ നിങ്ങളോട് പറഞ്ഞു, അതിൻ്റെ ഫലദായകത്തെപ്പറ്റി ഞാൻ പറഞ്ഞു, അതിൻ്റെ ശക്തിയെപ്പറ്റി ഞാൻ പറഞ്ഞു. താത്വികമായിട്ട് നമ്മളത് കേട്ടതുകൊണ്ട് മാത്രമായില്ല. നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥന നടത്താം. കൈകൾ കർത്താവിൻ്റെ പക്കലേക്ക് ഉയർത്തി, ആകാശത്തിലേക്ക് ഉയർത്തി, സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് എല്ലാവർക്കും വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി, കുടുംബാംഗങ്ങൾക്ക് വേണ്ടി, ദേശത്തിന് വേണ്ടി, ഇടവകയ്ക്ക് വേണ്ടി, ഫൊറോനയ്ക്ക് വേണ്ടി നമുക്ക് കർത്താവിൻ്റെ പക്കലേക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് നമുക്ക് മാധ്യസ്ഥം വഹിക്കാം.
ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. കർത്താവേ, എല്ലാ ഹൃദയങ്ങളെയും അവിടുന്ന് സ്പർശിക്കണമേ. പാപികളെ നേർവഴിക്ക് തിരിക്കണമേ. വഴിതെറ്റിപ്പോയവരെ തിരികെ കൊണ്ടുവരണമേ. നിരാശരായി കഴിയുന്നവരെ അവിടുന്ന് ആശ്വസിപ്പിക്കണമേ. സമാധാനമില്ലാത്ത കുടുംബങ്ങൾക്ക് സമാധാനം നൽകണമേ. നിരാശപ്പെട്ട് കഴിയുന്നവരെ പ്രത്യാശ നൽകി അനുഗ്രഹിക്കണമേ. കർത്താവേ, എല്ലാ കുടുംബങ്ങൾക്കും സമാധാനം നൽകണമേ. ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും ആശ്വസിപ്പിക്കണമേ. രോഗികളായി കഴിയുന്നവർക്ക് സൗഖ്യം നൽകണമേ. രോഗത്തിന്റെ കിടക്കയിലായിരിക്കുന്ന കേരളത്തിലെ കുടുംബങ്ങളെ കർത്താവെ അനുഗ്രഹിക്കണമേ. എല്ലാ രോഗങ്ങളും ഈ ദേശത്തുനിന്ന് മാറിപ്പോകട്ടെ. എല്ലാവർക്കും സൗഖ്യം ലഭിക്കുവാൻ കർത്താവെ ഇടയാക്കണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ. ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ. ഞങ്ങളുടെ ഇടവകകളെ അനുഗ്രഹിക്കണമേ കർത്താവെ. ഞങ്ങളുടെ ദേശത്തെ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.